ഇനി ഒരു മുങ്ങിമരണം ഉണ്ടാവാതിരിക്കട്ടെ എന്ന സന്ദേശമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സൗജന്യമായിട്ട് നമ്മുടെ വളാശ്ശേരിയിൽ നീന്തൽ പഠിപ്പിക്കുന്ന സജി വാളശ്ശേരിയുടെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ നീന്തൽ പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഉത്സവത്തിനുള്ള ആളുകളുണ്ടല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ആളുടെ അടുത്തേക്ക് പോവാം. വാ, ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവരൊക്കെ നീന്തൽ പഠിക്കാൻ വന്ന ആൾക്കാരാട്ടാ. ഇതാണ് സജിച്ചേട്ടൻ. സജിച്ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ഭയങ്കര തിരക്കിൻ്റെ ഇടയിലാണ് ഇവിടെ വന്ന് കുറച്ച് നേരം സംസാരിക്കുന്നത്. എനിക്ക് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സംശയമായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുങ്ങിമരണം ഒഴിവാക്കുക എന്നുള്ളൊരു തോട്ട് ഉള്ളിലേക്ക് വന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടെ ചോദിക്കാനാണ് ഞാൻ ശരിക്കും വന്നത്. പറയും. കൂട്ടം മുങ്ങിമരണങ്ങൾ പലതും നടന്നല്ലോ. അപ്പോൾ ഞാൻ നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നടന്നത് 2007 തട്ടേക്കാട് ദുരന്തം. സ്കൂൾ കുട്ടികളാണ് അവിടെ മരിച്ചു പോയത്. പിന്നെ 2009 തേക്കടി ദുരന്തം, അവിടെ 45 പേര്, അതായത് തീരത്തിന് തൊട്ടടുത്താണ് മരിച്ചത്. ഇത് ഒന്നും മരിക്കേണ്ട കാര്യമില്ല, ആരും മരിക്കേണ്ട കാര്യമില്ല. നീന്തൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആരും മരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ആശയം എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ അങ്ങനെ എൻ്റെ 2 കുട്ടികളെ, മെറിൻ സജി, ജെറിൻ സജി, പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ 2 കുട്ടികൾ, അങ്ങനെ 4 പേരായിട്ട് ഒപ്പം നീന്തൽ തുടങ്ങിയതാണ്. പിന്നെ ഇത് വർഷങ്ങളും കൊണ്ട് പടർന്ന് പന്തലിച്ചു. ഇപ്പോൾ 1000 പേരിൽ മുകളിൽ ഒരു ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 1000 പേരിൽ മുകളിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു ദിവസം അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഒറ്റൊരാളല്ല, ഇവിടെ ഒരുപാട് പേര് അത് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇവരാരെയും സഹിച്ചേട്ടൻ നിയമിച്ചതല്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ട്രെയിനിങ് എടുത്തിട്ട് പോയിട്ടുള്ള ആൾക്കാർ സ്വമേധയാ വന്ന് അവരുടെ ഇഷ്ടത്താലെ വന്ന് ട്രെയിനിങ് കൊടുക്കുന്നതല്ലേ. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ എൻ്റെ കൂടെ നിൽക്കണം. അത് നിയമത്തിലുള്ളതാണ്. ഇവിടെ പഠിക്കാന്ന് പറഞ്ഞാൽ ആലുവ പെരിയാർ ഇവിടെ പഠിപ്പിച്ചിട്ട് ആലുവ പെരിയാർ ക്രോസ് ചെയ്യിപ്പിക്കും. അതാണ് നിർബന്ധ സേവനം. അതെ, നിർബന്ധ സേവനത്തിൽ പെടുത്തിയിട്ട് എല്ലാവരും ഇവിടെ നിർത്തി. നിർബന്ധമല്ല, അവര് സ്വമനസാലെ ആയിത്തീരും പിന്നീട്. ആദ്യം നമ്മളൊന്ന് നിർബന്ധിച്ചാലും പിന്നെ അങ്ങനെ ആയിത്തീർന്ന് എല്ലായിടത്തും നമുക്ക് എല്ലാ ക്ലാസ്സിലും ഇറക്കി വിടാനുള്ള ആളുകൾ. ഇപ്പം ഈ വർഷം മാത്രം നീന്തി കടന്നത് 211 പേര്. ആ 211 പേരുടെ സേവനവും കിട്ടും. പിന്നെ മുൻ വർഷങ്ങളിൽ നീന്തി കടന്ന എത്രയോ പേരുണ്ട്, അവരുടെ എല്ലാം സേവനം കിട്ടും. ഇവിടെ 1000 പേരല്ല, 2000 പേര് വന്നാലും പഠിപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷ ഒരുക്കിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ അസീമിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആളെ പഠിപ്പിക്കാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരുന്നു? അസീമിനെ പഠിപ്പിക്കാനൊന്നും പ്രയാസം ഉണ്ടായില്ല. അസീമിനെ പോലെയുള്ളൊരു പയ്യനെ വിട്ട് കിട്ടാനായിരുന്നു പ്രയാസം. എന്ന് വെച്ചാൽ കൈയും കാലും ഉള്ള ആളുകൾ പോലും പുഴയിലേക്ക് വിടാൻ തയ്യാറാകുന്നില്ല. പുഴവെള്ളത്തിൽ പോയി മുങ്ങി മരിച്ചെങ്കിലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ 90% വൈകല്യമുള്ള, 2 കൈയില്ല, ഒരു കാലിന് 8 ഇഞ്ച് നീളം കുറവ്, വൈകല്യം, അങ്ങനെയുള്ള ആസീമിനെ കിട്ടാൻ എനിക്ക് ഇത്തിരി പ്രയാസമായിരുന്നു. കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് രാവിലെയും വൈകുന്നേരവും 2 മണിക്കൂർ വെച്ച് കൊടുത്ത് ഏകദേശം ഒരു 3 ആഴ്ച കൊണ്ട് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു ആസീമിന്. അത് എൻ്റെ ഒരു ചരിത്ര നേട്ടം, എൻ്റെയും ഒരു ചരിത്ര നേട്ടമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു കുട്ടിയെ നീന്തൽ പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് കൈയും കാലും ഉള്ളവർക്ക് നീന്തൽ പഠിക്കാനൊരു ആഹ്വാനം കൊടുക്കലായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിലൂടെ ആസീമും രക്ഷപ്പെട്ടു. ഇപ്പോൾ വേൾഡ് ലെവലിൽ നീന്താൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ സിംഗപ്പൂർക്ക് പോവാള്. ഇപ്പോൾ കൈ കാലുകൾ ഇല്ല എന്ന് പറയുമ്പോഴേക്കും അവരുടെ ഡിഫിക്കൽട്ടീസ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. ഇപ്പം നമുക്ക് 2 കൈകളും ഉണ്ട്, 2 കാലുകളും ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഞാൻ ഭിന്നശേഷിക്കാരനെ പഠിപ്പിച്ചപ്പോൾ ആംഗ്യ ഭാഷയിലാണ് പഠിപ്പിച്ചത്. അത് മാത്രമേ ഒരു പ്രയാസം നേരിട്ടുള്ളൂ. സ്പീച്ച് മറ്റുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ കാഴ്ചയില്ലാത്തവരാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ ഇന്ന സ്ഥലത്താണെന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒഴുക്കൊക്കെ വരുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ കാഴ്ചയില്ലാത്തവർക്ക്. പിന്നെ ഏതൊരു വ്യക്തിയെ പഠിപ്പിക്കണമെങ്കിലും ഇപ്പോൾ കാഴ്ചയില്ലാത്തവരെ എക്സാമ്പിൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ എൻ്റെ കണ്ണടച്ചിട്ട് ഞാൻ നീന്തി നോക്കും. അങ്ങനെ നീന്തി നോക്കിയാണ് ചെയ്യുന്നത്. ആസീമിനെ പഠിപ്പിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ 2 കൈയും കെട്ടി ഇങ്ങനെ ആദ്യം 5 മിനിറ്റ് പിന്നെ 10 മിനിറ്റ് അങ്ങനെ 2.5 മണിക്കൂർ വരെ നീന്തി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ആസീമിനെ സമീപിച്ചു പോയത്. അപ്പോൾ അതിനൊരു സമയം കിട്ടിയതെന്ന് വെച്ചാൽ 2ാമത്തെ വേമ്പനാട്ട് കായലിൽ കുട്ടികളെയാണ് പഠിപ്പിച്ചത്. ഒരു 9.5 വയസ്സുകാരൻ, ഒരു 11.4 വയസ്സ്, ഒരു 12.4 വയസ്സ്, അങ്ങനെ ആ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിറയെ സമയം കിട്ടി. അവർക്ക് 7 മണിക്കൂർ 10 മിനിറ്റ് വരെയായിരുന്നു അവരുടെ
ട്രെയിനിങ് പീരീഡ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതും കൂടെ ചെയ്യുമായിരുന്നു. അവർ നീന്തിക്കുന്നതിനോടൊപ്പം രണ്ട് കൈയില്ലാത്ത ഒരാളെ എങ്ങനെ നീന്തൽ പഠിപ്പിക്കാം എന്നുള്ളത് ഞാൻ സ്വയം പഠിക്കാൻ വേണ്ടി ചെയ്യാമായിരുന്നു. അങ്ങനെയാണ് അതിൽ പ്രാവണ്യം നേടിയത്. അങ്ങനെ ആസിമിനെ കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിച്ചു. ആസിം വളരെ പെട്ടെന്ന് നീന്തി കടന്നു. ഏതായാലും പഠിപ്പിക്കുന്നുണ്ട് നീന്തൽ. അപ്പൊ പിന്നെ ഫീസ് മേടിച്ചിട്ട് പഠിപ്പിക്കാത്തത് എന്തേ? ഇത് ഫീസ് എല്ലാവർക്കും രൂപയുള്ളവരുണ്ട്, രൂപയില്ലാത്തവരും ഉണ്ട്. അപ്പോൾ രൂപ 4000 തുടങ്ങി 35,000 രൂപ വരെ ഒരു മാസം കൊടുത്താലാണ് ചില സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പറ്റുന്നത് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇവിടെ രൂപ വിഷയമല്ല, എല്ലാവർക്കും നീന്തൽ പഠിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത്. അതിനകത്ത് രൂപയൊന്നും വിഷയമില്ല. പിന്നെ 100 രൂപ ഈ സുരക്ഷാ ഫണ്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. എന്ന് വെച്ചാൽ ഒരു ആംബുലൻസും ഇടുന്നുണ്ട്, ഒരു വള്ളക്കാരനെ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരാൾക്ക് ഒരു മാസം 100 രൂപ. അത് ഫീസല്ല, ദക്ഷിണ ഗിഫ്റ്റ് ഫീസ് ഞാൻ വാങ്ങിക്കുന്നില്ല. സുരക്ഷാ ചെലവുകൾ പഠിക്കാൻ വരുന്നവർ നടത്തി തരണം. അത് 100 രൂപ കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ കൊടുക്കുകയും വേണ്ട, ആരും നിർബന്ധിക്കില്ല ഇവിടെ. എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര എന്തെങ്കിലും സിറ്റുവേഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ കുട്ടികളുടെ ഭാഗത്തുനിന്ന്? ഇല്ല, ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ അവരുടെ പേരൻസിനെയും കൂട്ടും. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ പുഴയാണല്ലോ. മുങ്ങുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. മുങ്ങുന്ന സാഹചര്യങ്ങൾ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. പേരൻസിന്റെ സഹായത്തോടെ പേരൻസിനൊക്കെ മുകളിൽ ഇങ്ങനെ നോക്കി നിർത്തും. അപ്പം മുങ്ങുന്നതിന് മുമ്പ് തന്നെ പേരൻസ്, അച്ഛനും അമ്മയാണെങ്കിൽ കുട്ടികളെ കണ്ടെത്തും. അപ്പോൾ അങ്ങനെ അവരുടെയും കൂടെ ഒരു സഹായം നമ്മളിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ വരും, തീർച്ചയായിട്ടും വരും. അവർ എന്നെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയാണ് ഇതിങ്ങനെ ഓടിക്കാൻ എനിക്ക് സാധിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അവരെ എങ്ങനെയായിരുന്നു ആദ്യമേയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് വെച്ചത്? അതായത് ഇപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പം കുറേ ആളുകളൊക്കെ കൂടുമ്പോൾ എല്ലാവരും കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാറുണ്ടോ? ഇപ്പം ആദ്യം എനിക്ക് കിട്ടിയ ഈ ഭിന്നശേഷിക്കാരി കുട്ടി എന്ന് പറഞ്ഞാൽ 7 വയസ്സുള്ള കൃഷ്ണ എസ് കമ്മത്ത്, അതിനെ പഠിപ്പിക്കാൻ ആദ്യം കിട്ടിയപ്പോൾ 4 മാസം ജന്മന 2 പാർട്ട്, പിന്നെ 4 മാസം പ്രായമുള്ളപ്പോൾ ന്യൂറോ സർജറി ചെയ്ത് യോജിപ്പിച്ചു. കാലിൻ്റെ അടിയിൽ സെൻസ് ഇല്ല, മുട്ടുമടക്കി നിലത്തിരിക്കാൻ പറ്റില്ല, ഉപ്പൂറ്റി കുത്തി നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു കുട്ടിയാണ് എനിക്ക് കിട്ടിയത്. അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴ്ത്ത് നിർത്തി പഠിപ്പിക്കാൻ പറ്റില്ല, കാലിന് വേണ്ടത്ര ചലനശേഷി ഇല്ലാത്തതുകൊണ്ട്. ആ കുട്ടിയെ ഇങ്ങനെ മോളിൽ കൂടെ പഠിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ പിള്ളേരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ വെള്ളത്തിന് മോളിൽ കൂടെ ആയിട്ടാണ് അതിനെ പഠിപ്പിച്ചത്. ഇങ്ങനെ പടിപടിയായിട്ട്. ഇവിടെ പിന്നെ ഭിന്നശേഷിക്കാരെ അങ്ങനെ വേർതിരിച്ച് കാണൂല. ഇപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇവിടെ വന്നു നീന്തൽ പഠിക്കും. ആ കൂടെ ഇത്രയും 10,000 പേരല്ലേ എന്നും കണ്ട് സംസാരിച്ച് അവർ സംസാരിക്കാൻ പഠിച്ചും കൊണ്ടാണ് പോകുന്നത്. ഭിന്നശേഷിക്കാരെ ഒന്നും മാറ്റി നിർത്തൂല, നമുക്ക് കഴിയുന്ന രീതിയിൽ ചേർത്താണ് നിർത്തുന്നത്. ഇപ്പൊ മുനിസിപ്പാലിറ്റിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്രൂവലിനൊക്കെ വേണ്ടിയിട്ട് ആദ്യമേ സമീപിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ റെസ്പോൺസ്? എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം പേരൻസിന്റെ ഒക്കെ ഒരു ഹെൽപ്പും കൊണ്ടാണ് ഇവിടെ നടന്നു പോകുന്നത്. വേറെ അപ്രൂവലൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് ഇങ്ങനെ ചലനങ്ങൾ സൃഷ്ടിക്കാന്നുള്ളത് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. ഇതിലൂടെ ഒത്തിരി ഒരാളായിട്ട് ഇറങ്ങി തിരിച്ചൊരു കാര്യമാണല്ലേ? അതെ ചേട്ടനായിട്ട് ഇറങ്ങി തിരിച്ചു ബാക്കിയുള്ളവരൊക്കെ. അതെ.